പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 26 ബുധനാഴ്ച. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം എല്ലാ അർത്ഥത്തിലും നമുക്കേവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 4 വേഴ്സ് 9 നാം ഇങ്ങനെ വായിക്കുന്നു: കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. ആവർത്തന പുസ്തകത്തിന്റെ അന്തസത്ത എന്നത് തന്നെ വയോവൃദ്ധനായ മോശ ഇസ്രയേൽ പ്രഭുക്കന്മാരെയും ഗോത്രപിതാക്കന്മാരെയും നേതൃനിലയിലുള്ളവരെയും വിളിച്ച് തന്നിലൂടെ ദൈവം ഇസ്രയേൽ ജനത്തിനെ നടത്തിയ വഴി വിധങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് അവരെ ധരിപ്പിച്ച് നിത്യ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ 4-ാം അധ്യായം ഇസ്രയേൽ ജനത്തിന്റെ ചരിത്രത്തിന്റെ തന്നെ ഒരു സംക്ഷിപ്ത രൂപരേഖയുമാണ്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജാതി വേറെ ഇല്ല എന്ന് മോശ ആവർത്തിച്ച് പറയുന്നു. എപ്പോൾ വിളിച്ചാലും നിലവിളിച്ചാലും സങ്കടപ്പെട്ടാലും നമ്മുടെ നിലവിളി കേൾക്കുന്ന ഉയരത്തിലെ ദൈവം ഇത്രത്തോളം അടുത്ത് ഇടപഴകുന്ന അടുത്തിരിക്കുന്ന ഒരു ധന്യമായ കൂട്ടർ നമ്മെപ്പോലെ മറ്റാരുമില്ല. ഇവ ഈ പ്രഭുക്കന്മാരോട് ഉപദേശിച്ച് മോശ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം വളരെ പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കണ്ണാലെ കണ്ടത്, ജീവിതത്തിൽ അനുഭവിച്ചത് ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ വണ്ണം നിങ്ങളെ തന്നെ ജാഗ്രതയോടെ സൂക്ഷിക്കണം. അത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും അവർ അടുത്ത തലമുറയോടും ഉപദേശിക്കണം. എന്താണ് ഇവർ കണ്ണാലെ കണ്ടത്? എന്താണ് ഇവർ അനുഭവിച്ചത്? ഇസ്രയേൽ ജനത്തെ പോലെ അതെ, ദൈവം നേരിട്ട് ഇടപെടുകയും സകല പ്രതികൂലങ്ങൾ വിടുവിക്കുകയും അവരത് നേരിട്ട് അനുഭവിക്കുകയും ചെയ്ത ഒരു ജാതി, ഒരു ജനത ഈ ഭൂമിയിൽ ഇല്ലേ ഇല്ല. അത്രമാത്രം ദൈവത്തിന്റെ കരുതലും കരവിരുതും വലിയ സംരക്ഷണവും അനുഭവിച്ച ഒരു കൂട്ടരത്രേ ഇവർ. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചതും കണ്ടതും രുചിച്ചതും മറന്നു പോകരുത്. അത് നിങ്ങൾ ജാഗ്രതയോടെ സൂക്ഷിക്കണം. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, 2025 മാർച്ച് 26 നാം എത്തി നിൽക്കുന്നു. അവരവരുടെ പ്രായമനുസരിച്ചും ഓർമ്മ വെച്ച കാലം മുതലുള്ള കാര്യങ്ങൾ ദയവായി നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചാട്ട്. എത്രയെത്ര പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേർപാടുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെയാ നാം കടന്നു വന്നത്. പലപ്പോഴും നാം തന്നെ വിധി എഴുതി, ഈ പ്രശ്നം കൊണ്ട് ഞാൻ തീരും, ഇനിയും എനിക്കൊരു മോചനമില്ല. നമ്മെ നോക്കി നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മെ അറിയാവുന്നവർ അടക്കം പറഞ്ഞു, ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു, ഇനിയും ആ വ്യക്തി, ആ കുടുംബം ഒരിക്കലും ഉയരാൻ പോകുന്നില്ല. എന്നാൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ നാം സ്വയവും
നമ്മെക്കുറിച്ച് പലരും പറഞ്ഞ സ്ഥാനത്ത് തമ്പുരാൻ എത്ര അതിശയകരമായി അത്ഭുതകരമായി എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഈ അനുഭവിച്ചത് ഒരിക്കലും മറന്നു പോകരുത്. അധികം സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ഞാൻ നിങ്ങളും അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നമ്മുടെ അടുത്ത തലമുറയോട് അത് പറയണം. അതെ, ദൈവത്തിൽ നിന്ന് അനുഭവിച്ച വൻ കാര്യങ്ങൾ നമ്മുടെ തലമുറയോട് പറയുവാൻ മടിക്കരുത്. അതിനകത്തിൽ ഒരു വിധത്തിലും നാണംകേട് ചിന്തിക്കരുത്. നാം നമ്മുടെ തലമുറയോട് എന്താ പറയുന്നത്? എന്റെ കുടുംബം, എന്റെ ജോലി, എന്റെ വിദ്യാഭ്യാസം, എന്റെ ഇന്നാര് ആരാണെന്ന് അറിയാമോ? അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നാം കുഞ്ഞുങ്ങളോട് പറയുന്നു. മാത്രമല്ല, അനേകരെ കുറിച്ച് വേണ്ടാത്ത വിഷം അടുത്ത തലമുറയ്ക്ക് കുത്തിവെച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ദൈവവചനം കൊടുക്കുക, നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയുക. എന്റെ മകനെ, എന്റെ മകളെ, ഇന്ന് നീ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത്, നല്ല വസ്ത്രം ധരിക്കുന്നത്, വിദേശത്ത് പഠിക്കുന്നത് എന്ന് വേണ്ട, ഈ വാഹനം, നല്ല മേൽത്തരമായ ഭക്ഷണം, ഇവയൊക്കെ ലഭിക്കുവാൻ കാരണം തമ്പുരാൻ നമ്മെ നടത്തിയ വിധത്തിന്റെ വലിയ മഹത്വമാണെന്ന് നമ്മിൽ എത്ര പേർ നമ്മുടെ തലമുറയോട് പറയും. അതുകൊണ്ട് നാം കണ്ണാലെ കണ്ടത്, ജീവിതത്തിൽ അനുഭവിച്ചത് മറന്നുപോകരുത്. ദൈവം അത് നമ്മോട് വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. രോഗത്തിന്റെയും വേദനയുടെയും പ്രതികൂലത്തിന്റെയും മധ്യേ ഒരു കൈ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. ദൂരെ നിന്ന് അടുക്കും ചിട്ടയും പറയുവാൻ ഒത്തിരി പേരുണ്ട്, ഉപദേശങ്ങൾ നൽകുവാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ രംഗത്തോട്ടിറങ്ങി, നമ്മുടെ വേദനയുടെ നടുവിലിറങ്ങി സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. അതെ, നമ്മളോട് അടുത്താൽ അവർക്ക് നാണക്കേടാണ്. അല്ല, നമ്മളെ സഹായിക്കേണ്ടി വരും, സാമ്പത്തികമായി ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ രഹസ്യമായി നമ്മെ ഫോണിൽ വിളിച്ച് വലിയ കാര്യമൊക്കെ പറയും. പൊതുരംഗത്ത് ചിരിക്കും, വർത്താനം പറയും, പിണക്കമില്ല എന്നൊക്കെ കാണിക്കും, അഭിനയിക്കും. പക്ഷേ നമ്മുടെ ആവശ്യ സമയത്ത്, നമ്മുടെ വേദന സമയത്ത്, നാം നീറിപ്പോകുന്ന സമയത്ത് ഒരു മനുഷ്യനുമില്ലായിരുന്നു. നമ്മുടെ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനും നിങ്ങളും മറക്കരുത്. മകനെ, മകളെ, നീ നിന്റെ കൂട്ടുകാരിൽ ആശ്രയിക്കരുത്. നിനക്ക് വലിയ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അവരൊക്കെ പലതും ആഗ്രഹിച്ചു നിൽക്കുന്നവരാ. അവരെ സ്പർശിക്കുന്ന, അവരെ തൊടുന്ന ഒരു കാര്യം വരുമ്പോൾ കാറ്റത്ത് ഇല പാറി പറന്നു പോകുന്നത് പോലെ കൂട്ടുകാർ ഓടിമറയും, സ്നേഹിതർ വിട്ടുകളയും. എന്തിനേറെ രക്തബന്ധങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, കൂടെ ആരാധിക്കുന്നവർ, നമ്മുടെ സഭയിലുള്ളവർ ഒക്കെ നമ്മളെ തള്ളിപ്പറയും, ഒറ്റപ്പെടുത്തും. എന്നാൽ ഹല്ലേലൂയ, ഒരു പ്രതിസന്ധിയിലും ഒറ്റപ്പെടുത്താതെ, തള്ളിക്കളയാതെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ വൻ കൃപ ഞാൻ നിങ്ങൾ കണ്ടതും അനുഭവിച്ചതും ഏറ്റവും സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് നമ്മുടെ തലമുറയോട് പറഞ്ഞ് ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, ദൈവജനമേ, വേദനയാണോ, സങ്കടമാണോ, ഭാരമാണോ, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വിഷമങ്ങൾ, രോഗത്താൽ ഭാരപ്പെടുന്നു, വൈദ്യസഹായം എത്ര ലഭിച്ചിട്ടും വേണ്ട സൗഖ്യം കിട്ടുന്നില്ല. അതെ, ആരോടും പറയാൻ പറ്റാത്ത നെടുവീർപ്പിന്റെ വളരെയധികം വേദനയുടെ അനുഭവങ്ങൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? അതെ, അതെല്ലാം തമ്പുരാനോട് പറ. തമ്പുരാൻ അതിന്മേൽ പരിപൂർണ വിടുതലും വിജയവും നൽകുവാൻ മതിയായവനാ. അത് നമ്മുടെ തലമുറയോട് പറയണം. കുഞ്ഞെ, നീ ലോകത്തിന്റെ കോണിൽ എവിടെയായിരുന്നാലും, എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും,
എത്ര അക്ക ശമ്പളം കയ്യിൽ സ്വീകരിച്ചാലും, ഏത് വലിയ പൊസിഷനിൽ നിന്റെ ഏത് പ്രായത്തിൽ എത്തിയാലും, നിന്നെ എത്തിച്ച ഒരു ദൈവത്തെ മറക്കരുത്. അത് നീ എപ്പോഴും നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ ദൈവ വഴി വിടാതെ യഹോവയുടെ കൽപ്പനയിൽ തന്നെ രസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമ്മുടെ തലമുറയെ നമുക്ക് ഉപദേശിക്കാം. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സാക്ഷിക്കുവാൻ, ഉയർത്തുവാൻ, കർത്താവിന്റെ നല്ല അംബാസഡേഴ്സായി, നല്ല പത്രങ്ങളായി, നല്ല സ്ഥാനാപതികളായി, കർത്താവിന്റെ മഹത്വത്തിനായി, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലും നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൽ ഒരു ദിനം കൂടെ അവിടുന്ന് ദാനമായി നൽകിയതിനായി സ്തോത്രം. മോശ ഇസ്രയേൽ പ്രഭുക്കന്മാരെയും ഗോത്രപിതാക്കന്മാരെയും വിളിച്ച് അവരെ നടത്തിയ വഴികളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയും നിങ്ങൾ കണ്ണാലെ കണ്ടതും ജീവിതത്തിൽ അനുഭവിച്ചതും ഒരിക്കലും മറന്നു കളയാതെ സൂക്ഷ്മതയോടെ അതിജാഗ്രതയോടെ സംഗ്രഹിക്കണമെന്നും അടുത്ത തലമുറയോട് അത് പറയുകയും വരുന്ന തലമുറയെ അത് ഉപദേശിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയ ശക്തമായ ദൂത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഒരു മനുഷ്യനും സഹായിക്കുവാൻ ഒരു കണ്ണിനും ദയയില്ലാതിരുന്ന കാലത്തും ഞങ്ങളെ നടത്തിയ വലിയ ദയക്കായി സ്തോത്രം. അതൊരിക്കലും മറക്കുവാൻ ഇടയാകല്ലേ. ആ നന്മ, ആ കരുതൽ ഞങ്ങളുടെ തലമുറയോട് പറയുവാൻ മടിക്കാതെ സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് വചനം കേട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ ഏവരെയും പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, തമ്പുരാൻ നമ്മളെ ഓരോ ദിനവും തന്റെ വലങ്കരം പിടിച്ച് നടത്തുന്നു. അത് നാം കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടാണ് ഓരോ ദിനരാത്രങ്ങൾ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. അത് നാം അനുഭവിച്ചു തീർക്കുക മാത്രമല്ല, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും നമ്മുടെ തലമുറയ്ക്കത് പറഞ്ഞുകൊടുത്ത് ഉപദേശിക്കുകയും നമ്മാൽ ആവോളം കർത്താവിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിക്കുവാനും സാക്ഷിക്കുവാനും ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.